ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂ വ്ളോഗാണ്. അത് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ഒന്നുമില്ല. അതായത് നമുക്കൊരു ചേച്ചി ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഉണ്ണീനെ പരിപാടിക്ക് വേണ്ടി. ഞാൻ ഉണ്ണീനൊക്കെ വെച്ചെടുക്കുന്നത് വെച്ചാൽ പക്ഷെ അവൾ അലമ്പായി കരച്ചിലൊക്കെ ആയപ്പോൾ ഞാൻ കൊണ്ട് ഉറക്കിയിട്ടാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ ഉണ്ണീനെ പരിപാടിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ജ്യൂസറാണ്. ആ ജ്യൂസർ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ജ്യൂസറാണ്, മീഷോന്ന് വാങ്ങിച്ചത് ജ്യൂസറാണ്. എനിക്ക് തോന്നി മീഷോന്നത്തെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ റിവ്യൂവും കൂടെ ആയിട്ട് ഞാൻ എടുക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പോകുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ജ്യൂസ് ഐറ്റംസൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ മീഷോന്ന് വാങ്ങിച്ചതിന് ഇത് ചെയ്ത് നമുക്ക് ഗിഫ്റ്റാണ് ഉണ്ണിയ പരിപാടിക്കല്ലേ. അപ്പം നമ്മൾ ഗിഫ്റ്റ് കിട്ടി ഭയങ്കര ഇത് പിന്നെ നമുക്ക് മനസ്സിലായത് ഒരു ഓൺലൈൻ പ്രൊഡക്റ്റാണ്, മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണെന്ന് മനസ്സിലായത് കൊണ്ടും കൂടെയാണ് ഞാൻ അതിൻ്റെ റിവ്യൂ എടുക്കാമെന്ന് വെച്ചത്. അതായത് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് ഞാൻ അൺബോക്സിങ് ചെയ്തു ഓൾറെഡി. പിന്നെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് മാത്രം എങ്ങനെയാണ് ചെയ്യണത് എന്താണെന്നൊക്കെ. എന്നിട്ട് അതിൻ്റെ റിവ്യൂ കൂടെ പറയാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴായിട്ട് ഇതാണ്. ഇത് കണ്ടപ്പോൾ ഇതിന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഒരു ജ്യൂസറാണ്. ഇതാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ജ്യൂസറാണ് കേട്ടോ. അത് നമുക്കിനി ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് എന്താ പറയുക, വളരെ കുഴപ്പമില്ല, ഒരു ബോട്ടിലിന് അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, ഇവിടെ ചാർജ് ചെയ്യാം. ഏത് രീതിയിൽ വേണം നമുക്ക് ചാർജ് ചെയ്യാം. ഡയറക്റ്റ് കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ പാടില്ല എന്നൊരു പ്രത്യേക എഴുതിയുണ്ട്. ഒന്നില്ലെങ്കിൽ പവർ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ചാർജ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് സ്പോർട്സിനൊക്കെ കൊണ്ടുപോകാൻ വേണമെങ്കിൽ ഇവിടെ ഒരു വള്ളി അഫോർഡബിൾ ആണ് കേട്ടോ. പിന്നെ ഒരു അരിപ്പ നമുക്ക് ജ്യൂസ് അരിച്ചെടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ കുടിക്കാം. ആ ഒരു ലെവലിലാണ് ഈ ഒരു അരിപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയും കൂടെ ഒരു സ്ട്രാപ്പ്, ഒരു പിരി തന്നെയാണ് അത് കൊടുത്തത്. ബോട്ടിലിൻ്റെ ഒരു പിരി തന്നെയാണ് ഇത്ര ഉള്ളൂ ഇതുള്ളത്. നല്ലൊരു മെഷീന് ഒരു നാലെണ്ണം മോളിക്ക് 8 ബ്ലേഡ് വരുന്നുണ്ട്. ചെറിയ ബ്ലേഡാണ് മാത്രം. 4 മോളിക്കും 8 അല്ല 6 ബ്ലേഡ്, 4 മോളിക്കും 2 അടിക്കായിട്ടുള്ള ബ്ലേഡാണ് വരുന്നത് കേട്ടോ. പ്രൊഡക്റ്റ് നമുക്കിതിൽ ജ്യൂസ് അടിച്ചോളാം. കുറച്ചിട്ട് വെള്ളം ഒഴിക്കണോ? കുറച്ച് തണുത്തോളം ഒഴിച്ചോട്ടെ. ഒരാൾക്കുള്ള ജ്യൂസ് ഒന്നുമില്ല, ഒരു ഗ്ലാസ് അടിക്കുക. ഇത് ശരിയാവാൻ അടുത്തത് അടിക്കാണ്. കുറച്ചല്ല, നല്ല മാത്രമേ അതടി അല്പം മുളിക്ക്. സ്വിച്ച് നമുക്ക് സ്വിച്ച് ഓൺ കറമ്പത്തേക്ക് വിടുക. കുലിക്കേക്ക് നല്ല മധുരവുന്നോണ്ട് പോകും. ആയില്ലേ മതി അറിഞ്ഞൂടാ. എല്ലാ കപ്പനാവണം. കുലിക്ക് മോളിൽ നിന്നൊക്കെ വീഴാണ്ട് കരി കയറിയിരിക്കുന്നേ. അത് ടൈപ്പ് പറഞ്ഞിട്ടാ മീശോന്ന് വെച്ചല്ലേ. ക്ലാസ്സിലൂടെ ആക്കി തരാം. ഒന്ന് ഓഫ് ചെയ്യും. ഫിൽട്ടർ ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ആ ഒരു ഇന്നലെ നമ്മൾ ചെയ്ത ഒരു പ്രൊഡക്റ്റിൻ്റെ എനിക്ക് തോന്നിയ കാര്യം, ആ പ്രൊഡക്റ്റിന് എനിക്ക് തോന്നിയ എൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ടാണ് ആ വീഡിയോ ജ്യൂസ് അടിച്ചത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇന്നലെ അത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് എടുക്കാമെന്ന് വെച്ചു. അതിൻ്റെ റിവ്യൂ എന്തായാലും പറയണമല്ലോ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാമെന്ന് വെച്ചിട്ട്. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു പ്രൊഡക്റ്റാണ്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയ പ്രൊഡക്റ്റാണ്. നമ്മൾ ഉണ്ണിയുടെ പരിപാടിക്ക് വേണ്ടി ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ ഉണ്ണിയുടെ പരിപാടി ആ ചേച്ചിനെ ക്ഷണിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ആളെന്ന് പറയുന്നത് നമ്മളൊരു
കസ്റ്റമർ എന്നല്ല, നമ്മുടെ സ്ഥിരം ഒരു പാസഞ്ചറായിരുന്നു. അതായത് ചേട്ടൻ്റെ ഓട്ടോയിൽ സ്ഥിരം വിളിക്കണ ഒരു ചേച്ചിയാണ്. ആ ചേച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടുകാരിയല്ല, അവിടെ ആന്ധ്രയിലത്തെ ഒരു ചേച്ചിയാണ്. ആളിവിടെ എന്തോ ബ്യൂട്ടി പാർലറോ അങ്ങനെ എന്തോ ആയിട്ട് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്, നമ്മുടെ തൃശ്ശൂരിലുണ്ട്. അപ്പോൾ ആൾ സ്ഥിരമായിട്ട് ഒരു ഹിന്ദിക്കാരത്തിയാണ്. ആൾ സ്ഥിരമായിട്ട് ചേട്ടനെ വിളിക്കുക. അതായത് തൃശ്ശൂരിലേക്ക് ആൾക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോകേണ്ടി വരുമ്പോൾ സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ അവർക്ക്, നമ്മളെ മലയാളികളായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ തൃശ്ശൂരിലുള്ള അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ഓട്ടോറിക്ഷ ആളെ കണ്ടുപിടിച്ച് അവർ ആളെ ചേട്ടനെ വിളിക്കുക എല്ലാത്തിനും, മാർക്കറ്റിൽ പോകാനായാലും ഒരു സ്ഥലത്തേക്ക് പോകാനായാലും. അങ്ങനെ അതിനെല്ലാം സംസാരിക്കാനിടയിൽ പെട്ടെന്ന് ഉണ്ണി ഏത് ദിവസം വിളിച്ചപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. ഇന്നലെ കൊണ്ട് വിളിച്ചപ്പോൾ ചെല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഉണ്ണിയുടെ പരിപാടിയാണോ അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ല അതിൻ്റെ ധൃതിയിൽ എവിടെയായിരുന്നു അങ്ങനെ എന്തോ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഉണ്ണി ഉണ്ടായി പരിപാടിയാണെന്ന് ചോദിച്ചപ്പോൾ ആൾ പിറ്റേ ദിവസം പോയപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് ഇന്നലെ പോയപ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. വണ്ടിയിൽ നമ്മുടെ വണ്ടി വിളിച്ചിട്ട് ആൾ ഓട്ടത്തിന് പോയപ്പോൾ ഗിഫ്റ്റായി കൊടുത്താണ് ആ ജ്യൂസർ. അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളെ വിളിച്ചിട്ടില്ല, അന്നൊരു യാത്രക്കാരിയാണ് സ്ഥിരം കയറുന്നത്. ആൾ പെട്ടെന്നൊരു ഗിഫ്റ്റ്, അതൊരു ഹിന്ദിക്കാരി, നമ്മുടെ നാട്ടുകാരി കൂടിയല്ല, ഒരു വേറൊരു നാട്ടുകാരിയും കൂടെ നമുക്കങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു ഗിഫ്റ്റ് തരുമ്പം അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനോ എത്രയാണെന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മീഷോ പ്രൊഡക്റ്റാണ്. ആ ഗിഫ്റ്റ് ബോക്സിൽ നമുക്കൊരു മീഷോൻ്റെ ചില പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു കാർഡ് കിട്ടും. അത് മീഷോ പ്രൊഡക്റ്റാണ്, അത് ഉപയോഗിച്ച് എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ നിങ്ങൾക്ക് തരാമെന്ന് വെച്ചു. അതായത് നാളെ വേറെ വല്ലൊരു മീഷോയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിനെ പറ്റി അറിഞ്ഞിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു റിവ്യൂ പോലെ ചെയ്യുന്നതാണ്. ആ ചേച്ചിയുടെ പ്രൊഡക്റ്റിനെ പറ്റി എന്താ പറയുക വിലയിരുത്തുക അങ്ങനൊന്നുമല്ല കേട്ടോ, ഒരു മീഷോ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പം സംഭവം ഓക്കെയാണ്. അതായത് കുറച്ച് എന്താ പറയുക ഗുണങ്ങളുണ്ട്, കുറച്ച് ദോഷങ്ങളുണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രാവൽ പോകുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് കുടിക്കാം. അതുപോലെ നടക്കാൻ പോണവർ, സ്പോർട്സ് അങ്ങനത്തെ ഇതിനൊക്കെ പോണവർക്കൊക്കെ ഉപകാരമായതാണ്. ബോട്ടിൽ വിത്ത് അരിപ്പ അതൊക്കെ ആയതുകൊണ്ട് തന്നെ ജ്യൂസ് സൂപ്പറായിട്ട് കുടിക്കാൻ പറ്റും. പക്ഷേ അതിൽ നമ്മൾ ഫസ്റ്റിൽ ഇട്ടപ്പോൾ നമ്മുടെ അത് വർക്കായി ഉണ്ടാകുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടണം. ഫ്രൂട്ട്സ് വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാവില്ല, വർക്കാവില്ല. നമ്മുടെ ബ്ലേഡ് ഇതിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ട് തിരിയില്ല, ബ്ലേഡ് ഓണാവുന്നുണ്ടെങ്കിലും ബ്ലേഡ് തിരിയില്ല. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. മിക്സിയിലാണെങ്കിൽ നമുക്ക് വേഗം ഒരു വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഓക്കെ ആയിട്ട് വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജറിൻ്റെ പ്രശ്നം വരും. അതായത് ഒരു എത്ര ചാർജർ കഴിഞ്ഞു എന്ന് അറിയണില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് എന്താ പറയുക പെട്ടെന്ന് കഴിയണ പോലെ, അതായത് ഒരു ഇതടിച്ച് കഴിയുമ്പോൾ ചാർജ് കഴിയണ പോലെ. അപ്പം ഒത്തിരി ക്വാളിറ്റി കുറവ് എന്താണെന്ന് അറിയില്ല. ബാറ്ററി നമ്മൾ മറ്റേ ഇതാണ് എന്താ പറയുക എന്നില്ലെങ്കിൽ പവർ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് വഴിയാണ് ചാർജ് ചെയ്യുന്നത്, നേരിട്ട് കറണ്ടിൽ നിന്ന് ചെയ്യാൻ പാടില്ല. അത്രയ്ക്കും അതിൽ എന്താ പറയുക വാട്ട്സ് കുറവായിരിക്കും. ഓവർ വാട്ട്സ് കയറി കഴിഞ്ഞാണെങ്കിൽ അടിച്ചു പോകും. അപ്പോൾ അതിൽ എത്ര ഇതുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അപ്പം അങ്ങനത്തെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ നമ്മൾ അതിലൊരു ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ഒരു അരിപ്പ പോലെ വെച്ചിട്ടുണ്ട്. അരിപ്പ ഓക്കെയാണ്, നന്നായി ഫിൽറ്റർ ചെയ്ത് വരും. പക്ഷെ അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ സ്മോൾ അപ്പം നമ്മൾ കുലുക്കും ഇതാക്കണം. നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് ഷെയ്ക്ക് ചെയ്യണം. പിന്നെ എനിക്ക് അതിന് സ്വിച്ചിന് എന്തോ ഒരു കംപ്ലൈൻ്റ് ഒക്കെ പോലെ തോന്നിയും, പക്ഷെ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇന്നലെ ഉപയോഗിച്ചു, ഇന്ന് ഉപയോഗിച്ചു. അപ്പം അങ്ങനെ 2 വട്ടമായിട്ട് നമ്മളിപ്പോൾ ഇന്നലെ പൈനാപ്പിൾ അടിച്ചു, ഇന്ന് നമ്മളിപ്പോൾ മറ്റേ മാതളനാരങ്ങ അതാണ് ഇന്ന് അടിച്ചത്. അപ്പം അതൊക്കെ ഓക്കെയാണ്, ജ്യൂസ് അടിച്ചാൽ വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇനി മാങ്ങ അടിച്ചു നോക്കണം. അപ്പോൾ സംഭവം ഓക്കെയാണ്. പക്ഷേ ചാർജിങ്ങിൻ്റെയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നത്. പിന്നെ ഇത് എത്ര നാൾ ഓടുന്നൊന്നും പറയാൻ പറ്റില്ല. മിക്സിയൊക്കെ ആകുമ്പോൾ നമുക്ക് കറണ്ടിമേ കൊണ്ട് കുറച്ച് ഓടും. പിന്നെ മിക്സി എപ്പോഴും മിക്സിയുടെ ഒരു ഇത് കിട്ടില്ല. മിക്സിയിൽ നമുക്ക് കുറേ ക്വാണ്ടിറ്റി അടിക്കാം, പെട്ടെന്ന് ഇതാവും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ല. എന്നാലും ഇത് നമ്മൾ പറയുമ്പോൾ സ്പോർട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഇതൊരു ഇതെന്ന് തോന്നുന്നു. പക്ഷെ എത്രയാണ് ഇതിൽ മീഷോയിൽ എത്ര റേറ്റ് വരുന്നതെന്ന് അറിയില്ല. അത്ര റേറ്റ് ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്.
പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി കൂടിയതുണ്ട് കേട്ടോ. ചിലവരും ഞാൻ പല വീഡിയോസിലും കണ്ടിട്ട് സ്മൂത്തി ഉണ്ടാക്കാൻ, ഷേക്കുകളൊക്കെ അങ്ങനത്തെ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഈ ഒരു ഷേപ്പിലല്ലാണ്ട് വേറൊരു ഷേപ്പിൽ ഇതേപോലെ ഉള്ളതുണ്ട്. ജാറ് അങ്ങനത്തെ ഒരു ചെറിയൊരു മുട്ട പോലത്തെ അങ്ങനത്തെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ റേറ്റ് കൂടുതലുണ്ട്. ഓരോ ബ്രാൻഡഡ് കമ്പനികളുടെ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നല്ലതായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മീഷോന്ന് വാങ്ങിക്കുമ്പം പൈസ നോക്കി വാങ്ങിക്കാം. അതായത് വളരെ 100-200 രൂപയ്ക്കൊക്കെ വെച്ചാൽ കുഴപ്പമില്ല, ഓക്കെ പ്രൊഡക്റ്റാണ്. വളരെ 500 രൂപയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളതൊന്നും ഇല്ല കേട്ടോ പ്രൊഡക്റ്റ്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ നോക്കാൻ കൊടുക്കാൻ പറ്റുമെന്നും. അല്ലെങ്കിൽ പക്ഷെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു പച്ച ജ്യൂസ് മിക്സർ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഏറിയതും വാങ്ങിക്കാതിരിക്കുക. അതായത് എപ്പോൾ വെള്ളം നിൽക്കാവുന്നൊരു ചാൻസിലാണ് നമ്മുടെ വണ്ടി ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഓഫാവും, അതായത് പർപ്പസ് കറക്റ്റ് ആവണില്ല. പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത് ഓണാക്കാൻ വേണ്ടി. ഓഫ് ചെയ്യാൻ സിംഗിൾ ക്ലിക്കാണ് പറയുന്നത്. പക്ഷേ ഡബിൾ ക്ലിക്ക് ചെയ്താലും ചിലപ്പോൾ ഒന്നും ഓഫാവില്ല, ഭാഗ്യത്തിന് ഓണാവില്ല. ഭാഗ്യത്തിന് ഓഫാവും, ഭാഗ്യത്തിന് ഓണാവും. അങ്ങനൊരു ഇതിലാണ് സംഭവം. ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ 2 വട്ടം നമ്മൾ ഉപയോഗിച്ചു. ഇന്നലെ തന്നെ 2 വട്ടം 2 സ്റ്റെപ്പായിട്ട് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു. ഇന്ന് 2 സ്റ്റെപ്പായിട്ട് മാതള നാരങ്ങ അടിച്ചു. അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു ഇമ്പാക്റ്റാണ് കിട്ടിയത്. ഒറ്റ 2 ക്ലിക്കിൽ അങ്ങനെ ഓണാവാതെ പെട്ടെന്ന് 3-4 വട്ടമൊക്കെ ഞെക്കിയാലാണ് ഓണാവുന്നത്. അപ്പോൾ അത്രയും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് നമ്മുടെ റിവ്യൂ എന്ന് പറയാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കുക. ഇത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് പറഞ്ഞുതരേണ്ടത്. അവർ തന്ന സമ്മാനം എനിക്ക് ഭയങ്കര ഏറ്റവും കിട്ടിയൊരു സമ്മാനമാണ്. എന്താ പറയുക, ഏറ്റവും സന്തോഷത്തോടു കൂടി കിട്ടിയൊരു സമ്മാനമാണ് കേട്ടോ ഇത്. അപ്പം അത് നാശമായാലും നമ്മൾ ഓർത്ത് വെക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. ആ ചേച്ചി തന്നതിൻ്റെ ഇതൊന്നുമല്ല കേട്ടോ. പേരെന്തായിരുന്നു, ദിയ അങ്ങനെ എന്താണ് ചേച്ചിയുടെ പേര് എനിക്കറിയില്ല. അവനുണ്ടെങ്കിൽ പറയായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ എന്ന് പറയാം. കുഴപ്പമില്ല. ഞാനിന്ന് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതിൻ്റെ ബാക്കി വീഡിയോസ് എടുക്കാമല്ലോ എന്ന് വെച്ച് എടുത്താണ്. അപ്പം നമ്മൾ ബാക്കി ഗിഫ്റ്റുകളൊന്നും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. ഇതൊരു മീഷോ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ റിവ്യൂ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ എടുക്കില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വരും വീഡിയോസിൽ കാണാം. അപ്പം ഇത് ഞാൻ എന്നാ പോസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോസ് അപ്പോൾ എന്ന് പോസ്റ്റ് ചെയ്യാലും ഇതൊരു റിവ്യൂ ആയിട്ട് കിടക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വരുന്നവരേക്കും പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.